എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ നോൺ വെജിറ്റേറിയൻ ലഞ്ച് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. വളരെ രുചികരവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ചിക്കൻ ചുക്കയും ഗീ റൈസുമാണ് ലഞ്ച് മെനുവിലുള്ളത്. ചിക്കൻ ചുക്ക ഗിരിരാജ കോഴിയിൽ ചെയ്യുമ്പോൾ സ്വാദ് ഒന്നുകൂടി കൂടും. പാലക്കാട് ചിറ്റൂർ ഭാഗങ്ങളിൽ ഈ ടൈപ്പിലുള്ള ഇറച്ചി മേടിക്കുവാൻ കിട്ടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് നെയ്ച്ചോറ്, അതായത് ഗീ റൈസ് ഉണ്ടാക്കാം. ഇതിന് ബസ്മതി റൈസാണ് എടുക്കുന്നത്. 1 കപ്പ് ബസ്മതി റൈസ് വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇനി ഇത് 20 മിനിറ്റ് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ആദ്യം നമ്മൾക്ക് ഗീ റൈസിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാം. ഇതിന് വേണ്ടത് പച്ചമുളക്, സവാള, വഴണിയില, പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു, നെയ്യ് എന്നിവയാണ്. ഗീ റൈസ് അലങ്കരിക്കുവാൻ വേണ്ടത് മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, സവാള എന്നിവയാണ്. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്ച്ചോറ് ആയതുകൊണ്ട് തന്നെ നെയ്യിൽ ഇത് തയ്യാറാക്കുക. ഉരുകിയ നെയ്യിലേക്ക് 3 പട്ട, 4-5 ഗ്രാമ്പു, 3 ഏലയ്ക്ക, 1 വഴനയില എന്നിവയിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് 1 സവാള അരിഞ്ഞതും 2 പച്ചമുളക് 2ആയി മുറിച്ചതും ചേർത്ത് വഴറ്റുക. സവാള ഒരുപാട് വാടി വരണ്ട. സവാള ലേശം നിറം മാറി കണ്ണാടി പരുവമായാൽ 20 മിനിറ്റ് കുതിർത്ത ബസ്മതി റൈസ് ചേർക്കുക. ഈ ബസ്മതി റൈസ് നീളത്തിലുള്ളതല്ല, നല്ല ചെറിയ കൈമ റൈസ് പോലെയുള്ളതാണ്. ഇനി ഇത് 1 മിനിറ്റ് വഴറ്റുക. അരി വഴറ്റുന്നത് ചോറ് വെന്ത് കൊഴിയാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കണം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. പോരെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. മൂടി തുറന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗീ റൈസ് ഒട്ടും വെന്തു കൊഴിയാതെ ഒന്നിനോടൊന്ന് ഒട്ടാത്ത രീതിയിലാണ് നമ്മൾക്ക് ചോറ് കിട്ടിയിട്ടുള്ളത്. ഇനി ഗീ റൈസ് അലങ്കരിക്കാനുള്ളവ വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പിട്ട് സിമ്മിൽ വറുക്കുക. അണ്ടിപ്പരിപ്പ് സിമ്മിൽ വറുക്കുമ്പോഴാണ് ഉള്ളു മുഴുവൻ ക്രിസ്പിയായി കിട്ടുക. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറി ചുവന്ന് വരുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുക. ഇനി അതേ നെയ്യിൽ ഉണക്കമുന്തിരിങ്ങയിട്ട് വറുക്കുക. മുന്തിരിങ്ങ കുമിളിച്ച് വരുമ്പോൾ കോരി മാറ്റാം. ഇനി പാനിലുള്ള ബാക്കി നെയ്യിൽ തന്നെ 2 സവാള ചെറുതായി മുറിച്ചതിട്ട് വഴറ്റുക. സവാള പെട്ടെന്ന് മൂത്ത് വരാൻ 2 നുള്ളു ഉപ്പ് ചേർത്ത് വഴറ്റുക. സവാള വാടി ബ്രൗൺ ആവണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് സവാളയും കോരി മാറ്റുക. ഇനി നമ്മൾ തയ്യാറാക്കിയ ഗീ റൈസ് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. മുകളിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ വറുത്ത് വെച്ച സവാള എന്നിവ ചേർത്ത് അലങ്കരിക്കുക. വെജിറ്റേറിയൻസിന് സാലഡിനൊപ്പം സെർവ് ചെയ്യാം. അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല, മഷ്റൂം മസാല എന്നിവയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: കുരുമുളക്, ജീരകം, പെരിഞ്ജീരകം, വറ്റൽമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കൊത്തമല്ലി എന്നിവയാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ അരയ്ക്കാനാണ്. ഇനി വേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, കറിവേപ്പില എന്നിവയാണ്. ആദ്യം മസാലകൾ വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 2 സ്പൂൺ കൊത്തമല്ലി, 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 7 വറ്റൽമുളക് എന്നിവയിട്ട് എണ്ണ ഒഴിക്കാതെ വറുക്കുക. സിമ്മിൽ വറുക്കണം. എന്നാലേ മസാല കറക്റ്റായി എല്ലാം ഒരുപോലെ റോസ്റ്റ് ആവുകയുള്ളൂ. മസാല മൂത്ത് മണം വരണം, കരിയാൻ പാടില്ല. എന്നാൽ നല്ലപോലെ റോസ്റ്റ് ആവുകയും വേണം. അതുകൊണ്ടാണ് സിമ്മിൽ വറുക്കണമെന്ന് പറയുന്നത്. ഇനി ആറിയ ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കുക. പൊടിച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ മിക്സി ജാറിൽ 1 തുണ്ട് ഇഞ്ചി, 6 വെളുത്തുള്ളി, 1 പച്ചമുളക്, 10 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് അരയ്ക്കുക. ഇനി നമ്മൾക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് കുറച്ച് വലിയ ഒരു കടായി വയ്ക്കുക. കടായിലേക്ക് 2 സ്പൂൺ എണ്ണ ചേർക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ ജീരകം, 1 ബ്രിഞ്ചി ഇല, 3 ഏലയ്ക്ക, 1 തുണ്ട് പട്ട 4ആയി പൊട്ടിച്ചത്,
4 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി ചതച്ചത്, 1/4 കിലോ ചെറിയ ഉള്ളി തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. തക്കാളി ഉടഞ്ഞു വരുമ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച മസാല ചേർക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ അരച്ച മിശ്രിതം ചേർത്ത് വഴറ്റുക. മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ഗിരിരാജ കോഴി ചേർത്ത് കൊടുക്കുക. ചിക്കൻ വേവുന്നതിനാവശ്യമായ വെള്ളം ചേർക്കുക. ഈ കോഴിക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചാണ് വേവിക്കുന്നത്. പച്ചവെള്ളത്തിന് പകരം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക. വേവ് കൂടുതലുള്ളത് കാരണം സിമ്മിൽ വെച്ച് സ്ലോ ആയി കുക്ക് ചെയ്യുക. എന്നാലേ നല്ലപോലെ വേവുള്ളൂ. അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കുക. വെള്ളം വറ്റി മസാല കോഴിയിൽ പൊതിഞ്ഞു വരണം. നല്ല ബ്രൗൺ കളറാണ് ഈ ചിക്കൻ ചുക്കയ്ക്ക്. വെള്ളം അധികമില്ലാതെയാണ് ഇത് തയ്യാറാക്കേണ്ടത്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ വാങ്ങി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കാം. നല്ല മണവും രുചിയുമുള്ള ഗിരിരാജ ചിക്കൻ ചുക്ക റെഡി. ഇനി ഇത് സെർവിങ് ബോളിലേക്ക് മാറ്റി ചൂടോടെ നമ്മൾ തയ്യാറാക്കിയ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാം. വളരെ രുചികരമായ ഈ ചിക്കൻ ചുക്കയും ഗീ റൈസും എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.